ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇനിയിവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്ന സ്ട്രെസ് മാനേജ്മെൻറ്റ്. മനസ്സിൽ നമ്മുടെ സ്ട്രെസ്സിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ള വിഷയത്തിലാണ് ഞാൻ ഇന്ന് അല്പം നിങ്ങളോട് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ട്രെസ്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. പഠനം, ജോലി, കുടുംബം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ബന്ധങ്ങൾ, എല്ലായിടത്തും ചെറിയതും വലുതുമായ സമ്മർദ്ദങ്ങൾ നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. പക്ഷേ ഒരു ചോദ്യം, ഈ സ്ട്രെസ്സിനെ നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യാം? അത് ഒഴിവാക്കാൻ പറ്റുമോ? അതില്ലാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കാം? നമുക്ക് പറയാം അല്ലേ? അതിന് സാഹചര്യത്തിനനുസരിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് പൂർണ്ണമായിട്ട് കഴിയും. പരിപൂർണമായിട്ടും കൺട്രോൾ ചെയ്യാവുന്നൊരു മാറ്ററാണ് സ്ട്രെസ്സ് എന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ സ്ട്രെസ്? എന്താണ് സ്ട്രെസ്സ്? സ്ട്രെസ് എന്നത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു സ്വാഭാവിക പ്രതികരണമാണ്. ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു ഭയം, അപ്രതീക്ഷിത സംഭവം അല്ലെങ്കിൽ സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ ശരീരത്തിൽ ഹോർമോണുകൾ സജീവമാകുന്നു. നമ്മുടെ ഹോർമോണുകൾ ഇത്തരം സന്ദർഭങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം, ഹൃദയമിടിപ്പ് കൂടും, ശ്വാസം വേഗത്തിലാകും, മനസ്സ് അസ്ഥിരമാകും, അസ്വസ്ഥമാകും. ഇതെല്ലാം ശരീരത്തിൻ്റെ അലേർട്ട് സിസ്റ്റമാണ്. അത് നമുക്ക് തരുന്നൊരു അലേർട്ടാണ് ഈ അസ്വസ്ഥതകളൊക്കെ അല്ലേ? സ്ട്രെസ് ഉണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണം നമുക്ക് ശരീരം കാണിക്കുന്നതാണ്. പക്ഷേ ഈ അവസ്ഥ നീണ്ടു നിൽക്കുമ്പോൾ അതാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുക. ഇപ്പോൾ ഇന്ന് നമ്മൾക്ക് കുറച്ച് നേരം സ്ട്രെസ്സ് വന്നു, എന്തൊരു കാര്യത്തെ ചൊല്ലിട്ട്, അല്ലെങ്കിൽ ഉപ്പ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ ഭർത്താവ് ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും പെരുമാറ്റ രീതി മോശത്തരത്തിൽ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സുകൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്? ആ ഒരു നിമിഷം നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ദിവസങ്ങൾ, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, അതങ്ങനെ നീണ്ടു നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ, സ്ട്രെസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തായിരിക്കാം ലക്ഷണങ്ങൾ? പലരും ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാകും, നമുക്കൊക്കെ പറയാൻ പറ്റും അല്ലേ ഉള്ളവർക്ക്. അപ്പോൾ ഒന്നാമതായിട്ട് ഉറക്കം കുറയുക, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഉറങ്ങുക അല്ലേ? അങ്ങനെ ഉറങ്ങും. ചിലപ്പോൾ 6 മണിക്കൂർ ഉറങ്ങേണ്ട ഉറക്കം നമുക്ക് 7, 8, 9, 10 മണിക്കൂർ വരെ അങ്ങനെ ഉറങ്ങുന്നുണ്ടാകും. അല്ലെങ്കിൽ തീരെ ഉറക്കമില്ലാത്തൊരവസ്ഥയായിരിക്കും, എഴുന്നേറ്റ് നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അവസ്ഥ. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ തലവേദന, ക്ഷീണം, മാനസിക വിഷമങ്ങൾ അല്ലേ? തലവേദന, ശക്തമായ തലവേദന. നമുക്ക് സ്ട്രെസ് വരുമ്പോൾ നമുക്ക് അനുഭവിക്കുന്നതാണല്ലേ, തലവേദന ഉണ്ടാകും. പിന്നെ ഭയങ്കര ക്ഷീണം തോന്നും. ഇനി മൂന്നാമതായിട്ട് ചൊറിച്ചിലോ ചൊടിച്ചിൽ, ദേഷ്യം അല്ലേ? ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, എല്ലാത്തിനോടും വൈബ്രേറ്റ് ചെയ്തിട്ട് അടിച്ച് പൊളിച്ച് നടക്കുന്നൊരു അവസ്ഥ. അതിന് ഷെല്ലിങ് ഔട്ട് എന്ന് പറയാം. ഇനി നാലാമതായിട്ട് ആത്മവിശ്വാസം കുറയുക, കോൺഫിഡൻ്റ് ഇല്ലാതെ, ഒരു പേടി, ഞാൻ ജീവിച്ചിട്ട് കാര്യമുണ്ടോ, ഇന്നിപ്പോൾ ഞാൻ എന്താ അങ്ങോട്ട് പോയിട്ട് എന്താ അപ്പം അതിൽ ഇടപെട്ടിട്ട് അതിനൊന്നൊരു ഫലം ഉണ്ടാവില്ല, ഞാനൊരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല, ഇങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസക്കുറവ്. ഇനി അഞ്ചാമതായി ശരീരവേദനകൾ, ദഹന പ്രശ്നങ്ങളാണ് അല്ലെ? പലപ്പോഴും നമുക്ക് വയറിന് പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കാറുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും ഇത് ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ വല്ല സ്ട്രെസ്സും അനുഭവിക്കുന്ന പിറകിലായിരിക്കാം, അല്ലെങ്കിൽ ശരീരവേദനകൾ അനുഭവിക്കുന്നുണ്ട്. അതും ഇതേപോലെ കൈവേദന, കാൽവേദന ഒക്കെ സ്ഥിരമായി കൊണ്ടുപോകുന്നവർ ഉണ്ട് നമ്മുടെ ജീവിതത്തിനിടയിൽ അല്ലേ? നമ്മളെ വ്യക്തികൾക്കിടയിൽ, കുടുംബത്തിനിടയിലൊക്കെ ഉണ്ട്. ഈ വേദനകളൊക്കെ ഒന്ന് നമ്മൾ മൈന്യൂട്ട് ചെയ്ത് സൂക്ഷ്മമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന എന്തെങ്കിലും നമ്മൾ ഒതുക്കി വെച്ച വിഷമങ്ങളായിരിക്കാം. അത് 90% അതാണ് പല വേദനകൾക്കും പല ദഹന പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണം ഉണ്ടാകുന്നത്. ഇവയൊക്കെ നമ്മളിൽ സ്ട്രെസ്സിൻ്റെ അടയാളങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് സ്ട്രെസ്സിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്.
ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം സ്ട്രെസ് നിയന്ത്രിക്കാൻ എളുപ്പമായ മാർഗ്ഗങ്ങൾ. ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമല്ലോ. കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ അതിനുള്ളതായ ഒരു എളുപ്പമായ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇപ്പോൾ ഡെയിലി നമ്മൾ പറയുന്നതായിട്ടുള്ള തന്നെ എന്താണ് മെഡിറ്റേഷൻ, അതായത് ആഴത്തിൽ ശ്വാസം എടുക്കുക. അപ്പോൾ ശക്തമായ സ്ട്രെസ്സും കൊണ്ട് വരികയാണ് നമുക്ക്. ആ സമയം എന്ത് ചെയ്യാം, നമ്മൾ പെട്ടെന്ന് പോയിട്ട് കൈ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട്, നമ്മൾ മുസ്ലിങ്ങൾ ഒക്കെ എന്താ ഉളൂ ചെയ്താൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് പറയാം. അതേപോലെ കൈ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇരുന്നിട്ട് വായിലൂടെ മുക്കിലൂടെയൊക്കെ ശ്വസിച്ചിട്ട് വായിലൂടെ പുറത്തേക്ക് വന്ന് ശ്വാസം എടുത്ത് വിടുക. ശക്തമായിട്ട് ആഴത്തിലുള്ള ബ്രീത്തിങ് ചെയ്യുക. 2, 3, 4 തവണ ചെയ്യുക. അപ്പോൾ ദിവസങ്ങൾ ചില നിമിഷങ്ങൾ ഇതിന് നമ്മൾ മാറ്റി വെക്കുക. രാവിലെ വൈകുന്നേരം ഒരു 10 മിനിറ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ആ സ്ട്രെസ് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഇനി രണ്ടാമതായിട്ട് തന്നെ മെഡിറ്റേഷൻ. ദിവസവും 10 മിനിറ്റ് മനസ്സിനെ ശാന്തമാക്കുന്ന മെഡിറ്റേഷൻ ചെയ്യാം. മുകളിൽ പറഞ്ഞത് ധ്യാനം എന്താണ് പിന്നെ ശ്വാസം എടുക്കൽ മാത്രമാണ് പറഞ്ഞത്. ആ ശ്വാസം എടുക്കലിലൂടെ മാത്രമല്ല മെഡിറ്റേഷൻ എന്ന് പറയുക. അത് അല്പം നേരം നീട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് അതിന് മെഡിറ്റേഷൻ നമ്മൾ പറയുന്നത്. ഇനി ശാരീരിക വ്യായാമം, അതായത് എക്സസൈസ് നടക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് നല്ലൊരു മോർണിംഗ് വരുന്ന ആ സമയത്ത്, പ്രഭാതം വിടരുന്ന ആ സമയത്ത് എഴുന്നേറ്റ് 1 അരമണിക്കൂർ നടക്കുകയാണെങ്കിൽ, അതുപോലെ യോഗ ചെയ്യുക, അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നവർക്കൊക്കെ അത് പറ്റും. പിന്നെ ശരീരചലനങ്ങൾ, അത് വൈബ്രേഷനായിട്ട് ശരീരത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം. അപ്പോൾ അത് മനസ്സിൽ നമുക്ക് ശാന്തമാക്കാൻ പറ്റും. ഇനി നാലാമതായിട്ട് സമയ നിയന്ത്രണമാണ്. ഓരോ പ്രവൃത്തികളും മുൻഗണന നിശ്ചയിക്കുക. എല്ലാം ഒന്നിച്ച് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചാടി ചെയ്യാതെ ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ ഒന്നിന് അങ്ങനെ നീക്കി വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്ലാനിങ്ങിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാ ജോലികളും നമുക്ക് രാവിലെ തന്നെ നമുക്ക് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. ഇനി അഞ്ചാമത്തായിട്ട് നമ്മൾ പറയുന്നത് പോസിറ്റീവ് തോട്ട്സാണ്, ചിന്തകൾ സാഹചര്യത്തിലും ഓരോ അവസ്ഥയിലും നമ്മൾ നല്ലതിനെ മാത്രം പരിശീലിക്കുക. അതായത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് നെഗറ്റീവായിട്ട് കാണാതെ, അവൾ കണ്ടില്ലേ, അപ്പോൾ എന്തെങ്കിലും വീട്ടിൽ ആരെങ്കിലും വരികയാണ്, അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായി അവരൊരു ആവശ്യക്കാരായിരിക്കും വന്നിരിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. പക്ഷെ അത് അവർക്കെന്താ ജോലി ചെയ്ത് പിന്നെ എന്താ കാശ് വാങ്ങിക്കൂടെ, എന്തിനായിരുന്നു നടക്കണോ, അതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മളെ ഇതിൽ നെഗറ്റീവായ ചിന്ത. അപ്പോൾ അങ്ങനത്തെ ചിന്തകളൊക്കെ മാറ്റിക്കളയുക. ഇനി ആറാമതായിട്ട് സോഷ്യൽ പിന്തുണ. കുടുംബം, സുഹൃത്തുക്കൾ, അധ്യാപകർ, നമ്മുടെ മക്കൾ, ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കുക. ഒന്നും ഉള്ളിൽ ഒതുക്കി വെക്കാതെ ഓപ്പണായിട്ട് നിൽക്കുക. ഇനി ഏഴാമതായിട്ട് പറയുന്നത് സന്തോഷകരമായ ഹോബികളാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും ഹോബികൾ ചിലർക്ക് ഗാർഡനിങ്ങിലായിരിക്കും ഹോബി, ചിലർക്ക് മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും, ചിലർക്ക് ചിത്രം വരച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നതായിരിക്കും, ചിലർക്ക് പുസ്തക വായന, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലരും എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഇപ്പോൾ സമയക്കുറവ് മൂലം പലരും അതൊക്കെ മാറ്റി വെക്കുന്ന ഒരവസ്ഥയാണ് കാണുക. അപ്പോൾ അതൊന്നും മാറ്റി വെക്കാതെ ഉള്ള സമയത്തിൽ വെച്ചിട്ട് അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക. അപ്പോൾ ഇത്രയും 7 കാര്യങ്ങളാണ് നമ്മുടെ സ്ട്രെസ്സ് പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ ഉള്ള മാർഗ്ഗങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോരുത്തർ ജീവിതത്തിൽ എന്തെങ്കിലും സ്ട്രെസ് അനുഭവിച്ച ഇഷ്ടം പോലെ ഉണ്ടാവും അവർക്കൊക്കെ എന്താണ് ഒരു വിജയമാണ്. ആ സ്ട്രെസ്സിലൂടെ അവർക്ക് വിജയിക്കാൻ സാധിച്ചതായിട്ടാണ് ഇന്ന് അനുഭവങ്ങളിലൂടെ നമുക്ക് പറയാൻ പറ്റും, ഒരുപാട് അനുഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടേണ്ട. ഓരോ സ്ട്രെസ്സും നമ്മൾ എന്തെങ്കിലും ഒരു പാഠം പഠിപ്പിക്കുക ചെയ്യുക. അവയൊക്കെ നമുക്കൊരു ഗുരുനാഥനാണ്. നമ്മളതിനൊക്കെ നമ്മൾ ഗുരുവായിട്ട് കാണുക. എന്നിട്ട് ക്ഷമ, സഹിഷ്ണുത, ബലമായ മനസ്സ്, ഇതൊക്കെ നമ്മൾ ആ ഒരു ശത്രുവായിട്ട് കാണണ്ട. നമ്മെ വളർത്തുന്ന ഒരു അധ്യാപകനാണ്. ക്ഷമ നൽകാൻ, സഹിഷ്ണുത പരീക്ഷിക്കാൻ, ബലമായ മനസ്സുണ്ടോ എന്ന് നോക്കാൻ, ഇതിനൊക്കെയാണ് നമുക്ക് സ്ട്രെസ്സുകൾ വരുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. സ്ട്രെസ് എപ്പോൾ നമ്മളെ മാറ്റി വെക്കുക എന്നുള്ളത് ഒരാൾക്കും ജീവിതത്തിൽ സാധിക്കാത്ത ഒന്നാണ്. അത് മനുഷ്യനോടൊപ്പമുള്ള കാര്യമാണ്. പക്ഷേ അതിനെ സമാധാനത്തോടെ നേരിടാനുള്ള കഴിവ് നമ്മൾ വളർത്തിയെടുക്കുക. അങ്ങനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വലിയ വിജയമായിട്ട് നമുക്ക് ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഓരോ രാവിലെയും നമ്മുടെ മനസ്സിലൂടെ നമ്മൾ പറയുക, ഞാൻ ശാന്തനാണ്, ഞാൻ നിയന്ത്രണത്തിലാണ്, എനിക്ക് ഇന്നത്തെ ദിവസം മനോഹരമാക്കാൻ കഴിയും, എനിക്കൊരു നല്ല ശാന്ത മനസ്സാണ്, ഞാൻ നിയന്ത്രണത്തിലാണ്, എനിക്ക് ഇന്നത്തെ ദിവസം മനോഹരമാക്കാൻ കഴിയും എന്ന രീതിയിലുള്ള അഫർമേഷനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനോട് രാവിലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ജീവിതം എളുപ്പമാകില്ല ഒരാൾക്കും പക്ഷെ മനസ്സെന്താക്കാം, ശക്തമാകും, നമുക്കെല്ലാം ലളിതമാക്കി തീരും. അത് ലളിതമായി നമുക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടും.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇതുവരെ ഇത് കേൾക്കാൻ സന്മനസ് കാണിച്ചു. അതൊന്ന് നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു